ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യുവർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, കുറച്ച് നാളുകളായിട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം എൻ്റെ വീടിൻ്റെ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണിത്തിരക്കുകളുണ്ട്, സ്ഥല സൗകര്യത്തിൻ്റെ കുറവുകളുണ്ട്. അതുമാത്രമല്ല, ഈ മഴയ്ക്കാണെങ്കിൽ പെയ്തിട്ടും കൊതി തീരണില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മൂവ് ആവണില്ല. എന്നാലും ഓൾമോസ്റ്റ് എൻ്റെ തിരക്കുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇനി എനിക്ക് എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിലവിൽ എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഒന്ന് കുറച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി വെറൈറ്റി ചെടികൾ വീട്ടിലുള്ളവർക്കല്ല, വീട്ടിലെ ചെടികൾ കുറവുള്ളവർക്ക്, അതുപോലെ ഗാർഡനിങ് ആദ്യമായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക. എന്നിരുന്നാലും എല്ലാവരും വീഡിയോ അത്യാവസാനം കാണുക. ഞാൻ കാണിക്കുന്നതിൽ ഏതെങ്കിലും ചെടികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിലോ, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് അയക്കുകയോ അല്ലെങ്കിൽ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി. നമുക്ക് തരാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് ആണ്. നല്ലൊരു വെറൈറ്റി മോൺസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളത് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതൊരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം പ്ലാന്റ് സൈസ് വരിക. ഒത്തിരി വലിയ പ്ലാന്റ് ഒന്നല്ല കേട്ടോ, ചെറിയ പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇത് മുറിച്ച് 2 കഷ്ണമൊക്കെ ആയിട്ട് നടാൻ പറ്റും. ഇനി ഇതുപോലെ വലിയ ഇലകളിൽ കട്ടിങ് വരുന്ന ഫിലോഡെൻഡ്രോൻ്റെ കട്ടിങ്സ് തരാനുണ്ടാവും. 20 രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരിക. ഇനി ഈ ഒരു ഫിലോഡെൻഡ്രോൺ കണ്ടോ, നമുക്ക് അടിപൊളിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കാവുന്ന ഒരു വെറൈറ്റി ആയത്. ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് കുറച്ചുണ്ട്, അതിന് 30 രൂപ റേറ്റ് വരും. കട്ടിങ്സ് ആണെങ്കിൽ 20 രൂപ റേറ്റ് വരും കേട്ടോ. ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൻ്റെ ഈ ഹാർട്ട് ഷേപ്പ് ലീവ്സ് ഉള്ള പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും. 15 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇൻഡോറിൽ ഏറ്റവും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ഇതാണ് കേട്ടോ. ഇത് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാം. കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണെന്ന് ഒരിക്കലും നമ്മളിത് എങ്ങനെ റൂംസിൽ സെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഇതിന് ഭംഗി കൂടും. നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ്. ഇതുപോലത്തെ ഗ്രീൻ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഷൂട്ടിന് 25 രൂപ, 25 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഞാൻ ഒരു പ്ലാന്റിനെയും കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. നമുക്ക് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയാവുന്ന ഒരു പ്ലാന്റാണ് ഈ മണി പ്ലാന്റ്. ഗോൾഡൻ പോത്തോസിൻ്റെ കട്ടിങ്സ് 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെപ്പറോമിയയുടെ ഈ ഒരു വെറൈറ്റി, ഇതൊക്കെ നല്ല രസമല്ല, നല്ല മെഴുകു പോലത്തെ ഇലകളാണ്. ഇത് ഒരു കട്ടിങ്ങിന് 15 രൂപ കേട്ടോ. പനീർ റോസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നല്ല കട്ട കുത്തി പൂണ്ടാവുന്ന പനീർ റോസ്, എന്ത് രസം! ഇത് ഒക്കെ ശരിക്കും നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന റോസ് വെറൈറ്റിയാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല, നല്ല സ്മെല്ലും ഉണ്ട്. ഇതൊരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ റേറ്റ് വരിക. പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയൊക്കെയുള്ളൊരു സൈസാണ്. ഒത്തിരി വലിപ്പമല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാണ്ടും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ഗോൾഡൻ ഗ്ലോബ്. ഇതൊരു പ്ലാന്റിന് 50 രൂപ. അതുപോലെ തന്നെ കൂഫിയയുടെ വയലറ്റ് കളറ് പൂക്കളുണ്ടാകുന്ന ചെടിക്ക് 40 രൂപ. സോങ് ഓഫ് ഇന്ത്യ ഒരു അടിപൊളി ചെടിയല്ലേ. സോങ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. കുറച്ചധികം പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവാണ് കേട്ടോ. നമുക്ക് വളരെ ഭംഗിയായിട്ട് വീടിനകത്ത് സെറ്റ് ചെയ്യാവുന്ന 3 വെറൈറ്റി ബാംബു പ്ലാന്റ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൽ ഏതെടുത്താലും ഒരു പ്ലാന്റിന് 40 രൂപയാണ് കേട്ടോ റേറ്റ് വരിക. റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇൻഡോറിൽ നമുക്ക് വെള്ളത്തിൽ വെക്കാവുന്ന ചെടിയും കൂടിയാണ്. ഇനി ഈ ഒരു വെറൈറ്റി ബാംബു പ്ലാന്റ് അറിയാമല്ലോ. ഇത് ശരിക്കും അറിയാവുന്നവർക്കറിയാം, നല്ല വിലയുള്ളൊരു ബാംബു പ്ലാന്റ് ആണിത്. ഇതിനൊരു ഇല വന്നാൽ കുറേ കാലം നിൽക്കും കേട്ടോ അതിൻ്റെ ഇല. ഇതൊരു പ്ലാന്റിന് 90 രൂപയാണ്. യൂഫോർബിയയുടെ ഇതുപോലത്തെ കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ചെടി, ഇതിൻ്റെ ഒരു ഷൂട്ടിന് 40 രൂപ. നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ വെയിലേറ് കൂടുതലാകുമ്പം എന്ത് ചെടി നട്ടാലും ശരിയാവില്ല എന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ചെടി നട്ടാൽ നല്ലതാണ്. വെയിൽ കൂടുന്തോറും ഇതിന് ഭംഗി കൂടും. പിന്നെ സിങ്കോണിയത്തിൻ്റെ 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു വെറൈറ്റി ഒരു ഷൂട്ടിന് 20 രൂപ. അതുപോലെ ഈ ഒരു വെറൈറ്റിയുടെ കട്ടിങ്ങിന് 15 രൂപ. എനിക്ക് സിങ്കോണിയത്തിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ പച്ചപ്പ് ഒരു വെറൈറ്റി പച്ചപ്പാണ്. എൻ്റെ കയ്യിൽ നിലവിലുള്ള പ്ലാന്റ്സ് തീരുന്നവരെ ഈ ഒരു വിലയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. എപ്പീഷ്യയുടെ ഈ ഒരു വെറൈറ്റി ഒരു കട്ടിങ്ങിന് 15 രൂപയാണേ. നല്ല രസമാണ് അതിൻ്റെ ഇലയും പൂവും. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു തത്തമ്മ പച്ച ഇലയുള്ള ചെടി, ഇതും എനിക്ക് കട്ടിംഗ് ആയിട്ട് തന്നെ കൊടുക്കാനുള്ളത്. അതായത് 2 നോടുള്ള ഒരു കട്ടിംഗ് ആയിരിക്കും തരിക. അത് ഒരു പ്ലാന്റിന് 25 രൂപ. കലാത്തിയുടെ ഈ ഒരു വെറൈറ്റിയാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒരു ഷൂട്ട് 40 രൂപയായിട്ടാണ് തരിക. പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലത്തെ ഇലയല്ലേ ഇതിൻ്റെ. മറ്റ് കലാത്തിയ ലീവ്സിനേക്കാളും എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഈ ഒരു കോളാമ്പി പൂ കണ്ടോ, ഇത് നാടനും അല്ല മിനിയേച്ചറും അല്ല. നമ്മുടെ നാടൻ കോളാമ്പിയുടെ ഡബിൾ സൈസ് ഉണ്ടാവും ഇതിൻ്റെ പെറ്റൽസ്. നല്ല വലിപ്പമാണ്. ആർച്ചിലോ അല്ലെങ്കിൽ ഈ മതിൽ സൈഡിലോ ഒക്കെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് ഒരു പ്ലാന്റിന് 30 രൂപ റേറ്റ് വരിക കേട്ടോ.
ഇതിൻ്റെ കട്ടിങ് അല്ല കേട്ടോ, റൂട്ടഡ് പ്ലാന്റാണ് ഉള്ളത്. എഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി ഒരു പ്ലാന്റിന് 80 രൂപയാണ്. ഏറെക്കുറെ എല്ലാ പ്ലാന്റ്സിൻ്റെ പേരുകൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ സമയക്കുറവ് കാരണം എഴുതിയിടുന്നില്ല കേട്ടോ, വില എഴുതിയിട്ടേക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് എഴുതി അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒത്തിരി പീസസ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള പീസസ് തീരുന്ന വരെയാണ് കൊടുക്കുക. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കാം എല്ലാം കിട്ടാൻ സാധ്യത ഉണ്ടാവുക. ഇനി ഈ ഒരു അടിപൊളി പ്ലാന്റ് കണ്ടില്ലേ, ബുദ്ധ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടി, ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും നല്ല ലവ് ഷേപ്പിലാണ് ഇലയുള്ളത്. ഇത് കുറച്ച് വിലയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ ഡിഫൻബാച്ചിയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് 50 രൂപയ്ക്കാണ് തരിക കേട്ടോ. ഇത് കൂടുതലും കട്ടിംഗ് ആയിട്ട് തന്നെയാണ് തരാൻ പറ്റുക. നല്ല ഷൈനിങ് ഉള്ള ഇലകളുള്ള ബ്രൗണി, ഇതും ഒരു പൂവുണ്ടാവും കേട്ടോ. പൂവുണ്ടായില്ലെങ്കിലും ഇല മാത്രമായിട്ട് നിൽക്കുന്നതാണ് അതിന് നല്ല രസമാണ്. ഇതൊരു പ്ലാന്റ് 25 രൂപ. ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി വലിപ്പമുള്ള ഇലകളുണ്ടാകുന്ന മണി പ്ലാന്റ് ആണ്. അതൊരു കട്ടിങ്ങിന് 25 രൂപ. നല്ല സ്പേസ് ഉള്ളവർക്കാണ് ഈ ഒരു ചെടി നടാൻ പറ്റുക. നല്ല ഭംഗിയാട്ടോ. എന്തെങ്കിലും മതിലിലോ മരത്തിലൊക്കെ കയറ്റി വിടുവാണെങ്കിൽ രസമായിട്ട് നിൽക്കും. അതുപോലെ ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ ഒരു കട്ടിങ് 25 രൂപ. എല്ലാ പ്ലാന്റിൻ്റെയും കട്ടിങ്സ് എന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് പിടിച്ച് കിട്ടാവുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ് തന്നെയായിരിക്കും കേട്ടോ അയക്കുക. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലില്ലിപ്പൂവിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് 30 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സയാഗ്രാപ്പാം ഒരു ചെടിക്ക് 40 രൂപയാണ്. സയാഗ്രാപ്പാമൊക്കെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഒരു കിടിലൻ ലീഫി പ്ലാന്റാണ് സാൻചസിയ. ഒരു പ്ലാന്റിന് 30 രൂപ. ഇതിൻ്റെ ഇലകൾക്ക് നല്ല വലിപ്പം വെക്കും കേട്ടോ. അതുപോലെ റിബൺ പ്ലാന്റ് ഒരു പ്ലാന്റിന് 40 രൂപ. ചില പ്ലാന്റ്സ് കുറച്ച് നമ്പേഴ്സ് മാത്രമുള്ളതുണ്ട്. ഈ ഒരു ഡ്രസ്സീന, അതുപോലെ കോട്ട്ലൈൻ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ്, എല്ലാത്തിനും 50 രൂപയ്ക്കുള്ളിലാണ് റേറ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അടുത്ത് അയക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയാം. അവൈലബിലിറ്റി അറിയിച്ച് പ്ലാന്റ് തരാം കേട്ടോ. ഈ ഒരു വെറൈറ്റിക്ക് മാത്രം കുറച്ച് വില കൂടുതലുണ്ട്. ഇതൊരു പ്ലാന്റിന് 100 രൂപയാണ്. ഇതെല്ലാം ഒരു 30-40 രൂപയ്ക്കുള്ളിലുള്ള റേറ്റേ ഉള്ളൂ. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ കുറച്ച് ഇലകൾ മാത്രമുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവാത്തത്. നന്നായിട്ട് വലുതായി കഴിയുമ്പോൾ നല്ല രസമായത് അമേരിക്കൻ ഡ്രസ്സീനെയാണ് കേട്ടോ. അതിൻ്റെ ചെറിയ തൈയാണ്. ഇതൊക്കെ പല വെറൈറ്റീസാണേ. നാടൻ അരേലിയയുടെ കുറച്ച് വലിയ പ്ലാന്റ് 40 രൂപയ്ക്കാണ് കൊടുക്കുക. അതുപോലെ തന്നെ ക്രോട്ടൻ്റെ ഒരു 2-3 വെറൈറ്റീസ് ഉണ്ട്. ഇത് 30 രൂപ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ, 90 രൂപ റേറ്റ് ഉണ്ട്. ഇതുപോലെ ചുരുണ്ട ഇലകളുള്ള ഈ ഒരു പ്ലാന്റ് 30 രൂപ തന്നെ. ഈ ഒരു ബിഗോണിയയുടെ കട്ടിങ്ങിന് 15 രൂപ കേട്ടോ. റൂട്ടഡ് പ്ലാന്റ് ഇല്ല, കട്ടിങ് ആയിട്ടാണ് തരാൻ പറ്റുക. ഇത് മണിക്കൊന്നയുടെ പ്ലാന്റാണ് 50 രൂപ. അതുപോലെ ജസ്റ്റീഷ്യയുടെ നമ്മുടെ എന്താ പറയുക വാദം കൊല്ലി, അതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് 15 രൂപ. അൽപ്പീനിയ 50 രൂപ. ക്രോട്ടൻ്റെ ഈ ഒരു വെറൈറ്റിയുടെ കട്ടിങ്ങിന് 20 രൂപ. മഴക്കാലം ആയതുകൊണ്ട് അതെല്ലാം കട്ടിങ് കിട്ടിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാൻ പറ്റും. പനിക്കൂർക്ക് അതുപോലെ കട്ടിങ് 10 രൂപ. ഈ ഒരു വെറൈറ്റി ലില്ലിച്ചെടി ഇത് 60 രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഡക്ക് ക്രോട്ടൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ ചെറിയ ചെടി, നമുക്ക് സെയിലിനുള്ള ചെടി ഇതാണ് കേട്ടോ. ഒരു പ്ലാന്റിന് 80 രൂപ റേറ്റ്. ഡക്ക് ക്രോട്ടൻ വലുതായി കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അടിപൊളി ചെടിയല്ലേ. ഞാൻ ഈ മഴയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെടികളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാതെ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വീഡിയോ പിടിച്ച് കാണിക്കുന്നത്. ഈ ഒരു ക്രോട്ടൺ 90 രൂപയാണ് റേറ്റ്. ഇതൊരു 10 രൂപ ചെടിയാണ്. ഇന്നത്തെ ലാസ്റ്റ് പ്ലാന്റ് ഗോൾഡൻ ലിഡിയത്തിൻ്റെ പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. നല്ല ഭംഗിയുള്ള കുറ്റിമരമായിട്ട് വളരുന്ന ചെടിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി പ്ലാന്റ്സ് ഞാൻ കാണിച്ചു. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഇടാം. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കാണെങ്കിൽ ഭൂരിഭാഗം പ്ലാന്റ്സ് കിട്ടും. ലാസ്റ്റ് ചോദിക്കുന്നവർക്ക് ചിലപ്പം ചില പ്ലാന്റ്സൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഇടുന്ന ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ മാക്സിമം തരാൻ ശ്രമിക്കും. പിന്നെ DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴി അയക്കുന്നുണ്ട്. ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ്. നമ്മൾ റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും ഇടാറുള്ള വീഡിയോ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് വീഡിയോ വന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് അടിക്കാനായിട്ട് 1 സെക്കൻഡ് പോരെ. അപ്പോൾ അതിന് മടിക്കരുത്. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.